ശ്രീ ആർ വി ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഹിന്ദു ഐക്യവേദി. ശ്രീ ആർ വി ബാബു, സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പ്രസ്താവനയാണ് വീണ്ടും കേരളത്തിൽ ക്ഷേത്രങ്ങൾക്ക് മേൽ ഒരു കേന്ദ്ര നിയന്ത്രണം വരുത്തുന്നു എന്ന പ്രതീതി എന്നൊരു ചർച്ചയ്ക്ക് ഇടവച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷേ നിങ്ങളൊക്കെ ദീർഘനാളുകളായി ഉന്നയിക്കുന്ന വാദവും ആവശ്യവും കൂടിയാവാം. പക്ഷേ ഉയരുന്ന ചോദ്യം, നിലവിൽ തന്നെ അധികാര സംവിധാനങ്ങളുള്ള ഇടങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല? രണ്ട് കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടാം. ഒന്ന്, ശബരിമലയിലേക്ക് ഒരു റെയിൽപാത, ആ റെയിൽപാത പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു? ഇവിടെ കേരളം കൂടി വിഹിതം നൽകണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അതിങ്ങനെ നിന്നു പോവുകയാണ്. കേരളത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് നടക്കാത്തത് എന്ന വാദം നിങ്ങൾ ഉയർത്തുമ്പോൾ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരും അതിൽ കക്ഷിയാണെന്ന് മറക്കരുത്. ഒന്ന്. മറ്റൊന്ന്, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലടക്കം അധികാര സാധ്യത ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർത്തിയത് NSS അടക്കമുള്ള സംഘടനകൾ കൂടിയാണ്. ഇന്നലെ സുകുമാരൻ നായർ ഒരു അഭിമുഖത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശബരി റെയിൽപാതയുടെ വിഷയം. ശബരി റെയിൽപാതയുടെ വിഷയം കഴിഞ്ഞ ആഴ്ചയാണ് ഈ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആക്ഷൻ കൗൺസിൽ അവരൊരു പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തിൽ ഈ ഡിജോ കാപ്പനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്ത് നടത്തിയ പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എല്ലാ സഹായവും ഉറപ്പു നൽകാമെന്ന് പറഞ്ഞിട്ടും കേരള സർക്കാർ ഈ വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നില്ല. ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അപ്പോ അശ്വിനി വൈഷ്ണവ് വളരെ വ്യക്തമായിട്ട് ആ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചാൽ ബാക്കി എല്ലാ തടസ്സങ്ങളും കേന്ദ്ര സർക്കാർ നീക്കം ചെയ്യും ഉറപ്പ് കൊടുത്തതായിട്ട് അവര് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു കാര്യം, അത് പക്ഷേ താങ്കൾ ഈ പറയുന്നിടത്ത് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം റെയിൽ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാകുമ്പോൾ കേരളത്തിലെ ശബരി പദ്ധതിയുടെ ഒരു വിഹിതം കേരളം വഹിക്കണമെന്ന വാദം ഇതിൻ്റെ അകത്തുണ്ട്. അത് അംഗീകരിച്ചാണ് സ്റ്റേറ്റ് മുന്നോട്ട് പോകുന്നത്. അതും കൂടി ഉൾപ്പെടുത്തി വേണം പറയാൻ. അല്ല, ഇതിനകത്തെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഒന്ന്, ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ള, അക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ 15 വർഷമായിട്ടും ഈ കാര്യങ്ങൾ കേരള സർക്കാർ പലതവണ ഡൽഹി പോയതാണല്ലോ. ഇത് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റിലേക്ക് എത്താത്തതിന്റെ കാര്യം എന്താണ്? ഈ വിഷയത്തിൽ ആക്ഷൻ കൗൺസിലിന്റെ അഭിപ്രായം എന്താണ്? ആക്ഷൻ കൗൺസിൽ ഈ ഭൂമിയെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കുറ്റിയടിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ലോൺ കിട്ടുന്നില്ല. അതുപോലുള്ള പല പല പ്രശ്നങ്ങൾ ആ ഭൂമിയെ സംബന്ധിച്ച് അവർക്ക് ക്രയവിക്രയങ്ങൾ മുഴുവൻ തടയപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവർ പത്രസമ്മേളനം നടത്തിയത്. അപ്പോ ഞാൻ പറഞ്ഞത്, ശബരി റെയിൽപാത മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് വികസന പദ്ധതികളിലൊക്കെയുള്ള സർക്കാരിന്റെ ഈ ഒരു നിസ്സംഗതയുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ട് ഗുസ്തി പിടിച്ചു പോകുന്ന സമീപനമുണ്ട്. ആ സമീപനമൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ കേരള സർക്കാർ തയ്യാറാവണം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോ സുരേഷ് ഗോപിയുടെ അഭിപ്രായം എനിക്ക് അറിയില്ല, അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ എങ്ങനെയാണ്, കേന്ദ്ര സർക്കാരിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ട് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കേന്ദ്രത്തിലായാലും അതേപോലെ സുപ്രീം കോടതിയിലെ പോലുള്ള സംവിധാനങ്ങളിലുമൊക്കെ ഈ ക്ഷേത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ക്ഷേത്ര ഭൂമി അന്യാധീനപ്പെടുക, ക്ഷേത്ര സ്വത്ത് അന്യാധീനപ്പെടുക, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അത്തരം കേസുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അണ്ണാമല നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, 1985 4.25 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്ന ഭൂമി ഇപ്പോ 1,25,000 ഏക്കർ ഭൂമി കാണാനില്ല. അവിടുത്തെ പുതിയ സർവേ അനുസരിച്ച് ക്ഷേത്രഭൂമി കാണാനില്ല. അപ്പോൾ ക്ഷേത്രഭൂമി നഷ്ടപ്പെടുന്നു. അവിടെ സർക്കാർ, മദ്രാസ് ഹൈക്കോടതി തന്നെ ഇടപെട്ടിട്ട് ക്ഷേത്ര ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിരവധി ഇത് നടത്തുകയുണ്ടായി. ഇപ്പൊ ഇവിടെ തന്നെ സ്വർണ്ണപ്പാളിയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തേയുള്ളൂ. ശബരിമലയുടെ വിഷയത്തില് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ശബരിമല പോലുള്ള ക്ഷേത്രം ആ നിലയ്ക്ക് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്കും ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അത് ഏതൊക്കെ തരത്തിലാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതാണ്. ആത്യന്തികമായി ഞങ്ങൾ പറയുന്നത്, ക്ഷേത്രങ്ങൾ വിശ്വാസികളാണ് ഭരിക്കേണ്ടത്, സർക്കാരല്ല എന്നാണ്. അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ആത്യന്തികമായി ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് വിശ്വാസികളാണ്, അത് സർക്കാരുകളല്ല. ആ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം അപ്പോഴിപ്പോഴും ഒന്ന് തന്നെയാണ്. ശരി, താങ്കൾ ദേവേന്ദ്ര. ശ്രീ കെ അനിൽകുമാർ, വിശ്വാസികൾ ഭരിച്ചാൽ ഈ ദേവസ്വം ബോർഡിനെതിരെ ഉയരുന്ന ആക്ഷേപം പരിഹരിക്കപ്പെടുമോ? ഇപ്പോൾ ശബരിമല അടക്കം ചില പരാതികൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വരുന്നുണ്ട്. വിശ്വാസികൾ ഭരിച്ച ഇതെല്ലാം പരിഹരിക്കപ്പെടുമോ? അല്ല, അയോധ്യ മോദത്തിൽ കൊള്ള നടത്താൻ ഇന്ത്യ മുഴുവൻ അവസരം കൊടുക്കണമെന്നാണ് ഇപ്പൊ BJP നേതാക്കന്മാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്.
അയോധ്യയിലെ ഭൂമിയുടെ കച്ചവടത്തിന്റെ കൊള്ള നമ്മൾ കണ്ട. എന്തെല്ലാം അഴിമതികളാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട് നടത്തിയത്? എന്ത് രേഖയാണുള്ളത്? ഇവർ ഈ ശോഭായാത്ര എന്ന് പറഞ്ഞ നാട്ടിൽ മുഴുവൻ പിരിക്കുന്നതിന് എവിടെയാ കണക്കുള്ളത്? ആരോടാ കണക്ക് ബോധ്യപ്പെടുന്നത്? ശ്രീകൃഷ്ണന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട കൃഷ്ണാഷ്ടമിയാന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കില്ല നാട്ടുകാരെ. നാട് മുഴുവൻ പിരിക്കുക. എന്നിട്ട് അത് മുഴുവൻ എങ്ങനെ എവിടെയാ കണക്കുള്ളത്? പിന്നെ സ്വർണ്ണപ്പാളിയുടെ കാര്യം പറഞ്ഞു. സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് വെച്ചത് ഭക്തനാ, നന്നാക്കാൻ കൊണ്ടുപോയതും ഭക്തനാ, തിരിച്ചു കൊണ്ടുപോയതും ഭക്തനാണ്. ആ ഭക്തനെ കൊണ്ട് പറയിപ്പിച്ചേക്ക് സ്വർണ്ണം അവിടെ ഇല്ലെന്ന്. ചുമ്മാ കുറെ ആളുകൾ ഒരു പത്രത്തിൽ നുണയുണ്ടാക്കി വെച്ചിട്ടാണ് നുണ വെച്ചിട്ട് പിന്നെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ ഗുരുവായൂർ ക്രമക്കേടോ? എന്ത് ക്രമക്കേട്? എന്നാ പിന്നെ ഒന്ന് കാണിച്ചു തന്നെ. ശബരിമലയ്ക്ക് മാത്രം തീവണ്ടി പാതയ്ക്ക് സംസ്ഥാനം പകുതി കാശ് കൊടുക്കണോ? അയോധ്യയിൽ എവിടെങ്കിലും പകുതി കാശ് നിങ്ങൾ ചോദിച്ചോ? UP സർക്കാരിനോട് അയോധ്യയിൽ തീവണ്ടിപ്പാത ഉണ്ടാക്കിയപ്പോ, അവിടെ അയോധ്യയിലെ പദ്ധതികൾ ഉണ്ടാക്കിയപ്പോ പിന്നെ പകുതി കാശ് യോഗ്യത എന്ന് പറഞ്ഞോ? എന്താ കേരളത്തിൽ മാത്രം തീവണ്ടിപ്പാതയ്ക്ക് പകുതി കാശ് സംസ്ഥാനം കൊടുക്കേണ്ടത്? തീവണ്ടിപ്പാത സ്റ്റേറ്റിന്റെയാ. അത് ഉണ്ടാക്കാൻ മോദിക്ക് നേരെയില്ല. കാരണം അത് ശബരിമലയ്ക്കാണ്. രാഷ്ട്രീയ നേട്ടം ഇല്ലാത്തതുകൊണ്ടാണ് BJP കാശ് മുടക്കാൻ തയ്യാറാകാത്തത്. എന്നിട്ട് കുന്നായ്മ പറയുകയാണ്. ചുമ്മാ പോയി സ്ഥലം എടുക്കാൻ പറ്റുമോ? സ്ഥലം എടുക്കണ റെയിൽവേ കാണിച്ചു കൊടുക്കണ്ടേ? റെയിൽവേ കാണിച്ചു കൊടുക്കണ്ടേ? ആരാ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്? അതിന് ഉത്തരവുണ്ടോ? ഇങ്ങനെ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് കേരളത്തിന് തന്ന ഉത്തരവിന്റെ കോപ്പി ഒന്ന് കാണിച്ചു തന്നെ. കുറെ ആളുകൾ നമ്മുടെ നാട്ടിലെ ആളുകളെ പറ്റിക്കാൻ, ഒന്ന് സ്വയം വിഡ്ഢിയാകാൻ കേന്ദ്രമന്ത്രി, നാട്ടുകാരെ വിഡ്ഢിയാക്കാൻ വേണ്ടി ഇവരെ പോലുള്ള കുറെ നേതാക്കന്മാര്. ഇതൊക്കെ നടക്കട്ടെ നാട്ടില്. എല്ലാ ഇനങ്ങളും നാട്ടിലുണ്ടാവുമല്ലോ. ഇത് നടക്കട്ടെ. അത് നമുക്ക് പറയാം. ശ്രീ RV ബാബു, നമ്മൾ എത്ര വിമർശനങ്ങൾ ഉന്നയിച്ചാലും കാലാകാലങ്ങളായി സർക്കാരുകളുടെ കീഴിൽ കൃത്യം ഓഡിറ്റബിളായി അക്കൗണ്ടബിളായ ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡുകൾ. അതിന് കൃത്യമായ ഭരണ സംവിധാനമുണ്ട്, അതിന് നിയമ പ്രാബല്യമുണ്ട്, കോടതിയുടെ നിരീക്ഷണമുണ്ട്, നിയന്ത്രണമുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയ ഒരു സിസ്റ്റം ഉള്ളപ്പോൾ അത് വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മയിലേക്കല്ലേ കാര്യങ്ങൾ പോവുക? അപ്പൊ വിശ്വാസികൾ നടത്തുന്ന ക്ഷേത്രങ്ങളൊന്നും ട്രാൻസ്പെറൻസി ഇല്ലാത്തതാണോ? എത്ര വിശ്വാസികൾ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എത്ര അഴിമതി നടത്തിയ ഇടങ്ങളുണ്ട്? അല്ല, അഴിമതി എന്ന ദേവസ്വം ബോർഡിലില്ലേ? ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ദേവസ്വം ബോർഡില് ഓഡിറ്റ് നടന്നിട്ട് എത്ര വർഷമായി നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക്? ഇവിടെ നേരത്തെ അനിൽകുമാർ ആരോ പറയുന്നുണ്ടായിരുന്നല്ലോ, അഴിമതിയുടെ കൂത്തരങ്ങ. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് കീഴിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി ഇങ്ങനെ സൂക്ഷിച്ച് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഹൈക്കോടതിയിലായിരുന്നെങ്കിൽ ഈ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയത് അറിയുമായിരുന്നോ? സ്വർണ്ണപ്പാളിയുടെ നഷ്ടം അറിയുമായിരുന്നോ ഹൈക്കോടതിയിലെങ്കിൽ? ഹൈക്കോടതി കഴിഞ്ഞ 2 മാസം മുമ്പല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ ഫ്യൂവൽസ് നിലയ്ക്കലിൽ നടന്ന ആ പെട്രോൾ പമ്പിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചിട്ട് ഈ അക്കൗണ്ട് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് കൽപ്പിച്ചത്? ക്ഷേത്രങ്ങളിൽ മുഴുവൻ അഴിമതിയല്ലേ? ക്ഷേത്രങ്ങളിൽ മുഴുവൻ. നിങ്ങൾക്കറിയാമോ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഈ അനിൽകുമാറൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആന്റിക്യൂ വാല്യൂ ഉള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ഒരു സുപ്രഭാതത്തില് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റുകയാണ്. ഒരു ഒറ്റ വർഷം കഴിയുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയ മുഴുവൻ മുക്കുവണ്ടങ്ങളാണെന്ന് പറയുന്നു. അപ്പൊ പൂർണ്ണത്രയീശ ക്ഷേത്രം പറയുന്നു അല്ല, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കൊടുത്ത മുഴുവൻ സ്വർണ്ണമാണ്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 1 വർഷം 3 മാസം മുമ്പാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അവിടെ സമർപ്പിക്കുന്ന പണവും അതേപോലുള്ള വാല്യൂഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നില്ല എന്ന്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് സാർ? എന്നിട്ട് ട്രാൻസ്പെറന്റ് ആണെന്ന് എന്നോട് പറയുക. അനിൽകുമാർ ഈ നാട്ടുകാരെ പറ്റിക്കാൻ നടന്നാൽ മതി. അദ്ദേഹം ശ്രീകൃഷ്ണ ജയന്തിയുടെ കണക്ക് ചോദിച്ചു. ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നത് ബാലോകിലാണ്. ബാലോകിലത്തിനോട് കണക്ക് പറഞ്ഞാൽ മതി, നിങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കാർ നടത്തുന്നതും ദേവസ്വം ബോർഡ് നടത്തുന്നതും നിയമപരമായി നടക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം പബ്ലിക്കിനോട് കമ്മിറ്റ്മെന്റ് ആണ്. ഒരു കാര്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ ബദൽ ഭക്തരെ ഏൽപ്പിക്കണം ഭരണം എന്ന് പറയുന്നുണ്ട്. എന്താണ് ബദലായ ഒരു മാതൃക പറയാനുണ്ടോ? എങ്ങനെ, ഏത് രീതിയിൽ വേണം, ഏത് സംവിധാനമാണ്? നിങ്ങൾക്ക് ക്ഷേത്രങ്ങളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. KP ശങ്കരൻ നായർ കമ്മീഷൻ 1984 ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണത്. KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കേരള ഹൈക്കോടതിയിൽ അതിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിയമസഭയുടെ വെച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കേരള ഹൈക്കോടതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിപ്പുണ്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ദേവസ്വം ബോർഡുകൾ എങ്ങനെ ഭരിക്കണം, ദേവസ്വം ബോർഡുകൾ എങ്ങനെ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണത്. നിങ്ങൾക്ക് ഈ ക്ഷേത്രങ്ങളെ കുറിച്ചും ക്ഷേത്രങ്ങളുടെ സ്വത്ത് മുഖ്യമന്ത്രി പറയണ്ടേ, പച്ച കള്ളം പറയണ്ടേ? എന്താണ് ക്ഷേത്രങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കുകയാണ്?
നിങ്ങൾക്കറിയാമോ ക്ഷേത്രങ്ങൾക്ക് പണം അങ്ങോട്ട് കൊടുക്കുന്നു? ഏത് അടിസ്ഥാനത്തിലാണ് പണം കൊടുക്കാനുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കണം, കേരളത്തിലെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കണം. എന്തിനടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കണം? അല്ല, മുഖ്യമന്ത്രിക്ക് അത് പറയേണ്ടി വന്നത് മറിച്ച് നിങ്ങൾ ക്ഷേത്രത്തിന്റെ പണം സർക്കാർ അടിച്ചോണ്ട് പോകുന്നു എന്ന പ്രചരണം നടന്നുകൊണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് ഇത് പറയേണ്ടി വന്നത്? ഞങ്ങൾ ഇപ്പോഴും അത് പറയുന്നു. കാരണം പണത്തിന് കൊടുത്തതിനും ചെലവാക്കിയതിനും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത് സാർ? കൊടുത്തതിന്റെ കണക്കും ചെലവാക്കിയതിന്റെ കണക്കും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഓഡിറ്റ് റിപ്പോർട്ടിലാണോ? എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഓഡിറ്റ് റിപ്പോർട്ടിലാണോ കാണേണ്ടത്? അല്ല, സർക്കാരിലേക്ക് പണം എടുക്കുന്നു എന്നത് നിങ്ങൾക്ക് എങ്ങനെ ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും ശ്രീ ആർ വി? ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. പണം എടുക്കുന്നതും കൊടുക്കുന്നതും എവിടെയാണ് രേഖപ്പെടുത്തുക? എവിടെയാണ് നമുക്കത് മനസ്സിലാവുക? ഓഡിറ്റ് റിപ്പോർട്ടിലാണോ മനസ്സിലാവേണ്ടത്? ദേവസ്വം ബോർഡിന് ഇത്ര കോടി രൂപ സർക്കാർ കൊടുത്തു എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടോ? ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് കാണിക്കാമോ? ക്ഷേത്രങ്ങളുടെ ഞാൻ പറഞ്ഞോട്ടെ, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി റോഡ് നന്നാക്കാനും പാലം ഉണ്ടാക്കാനും ഒക്കെ പണം കൊടുക്കുന്നതൊക്കെ ശബരിമലയുടെ ചെലവിൽ തള്ളണ്ട. ശബരിമല വഴി സർക്കാരിലേക്ക് 10,000 കോടി രൂപ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് ജി സുധാകരനാണ്. സർക്കാരിന്റെ ഖജനാവിലേക്ക് 10,000 കോടി രൂപ, ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ഇവിടെ ചെലവാക്കുന്ന പണത്തിന്റെ ഓരോ ടാക്സ് ഇനത്തില്. അപ്പൊ 10,000 കോടി രൂപ ചെലവാക്കുമ്പോൾ അതാണോ ഈ സർക്കാർ പണം എടുക്കുന്നു നിങ്ങൾ പറയുന്നത്? അതിനപ്പുറം ഭണ്ഡാരവകയിൽ വരുന്ന പൈസ അങ്ങ് പോകുന്നു എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞങ്ങൾ പറഞ്ഞത് ആ ഭണ്ഡാരത്തിന്റെ കണക്കുണ്ടെങ്കിലേ ഇല്ല സർക്കാർ എടുക്കുന്നോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് കണക്കില്ല സാർ. അതെങ്ങനെ ഇല്ലാതാവുന്നത്? ദേവസ്വം ബോർഡിന് കണക്കില്ലേ? ദേവസ്വം ബോർഡിനെ കണക്കുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് 2021, 22, 22, 23. ആർ വി ബാബു, ചോദ്യം അതല്ല. താങ്കൾ അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ കാലങ്ങളായി ഇവിടെ പ്രചരിപ്പിക്കുന്നതാണ് ദേവസ്വം ബോർഡിന്റെ പണം സർക്കാർ കൊണ്ടുപോകുന്നു, മറ്റ് ജാതി മതസ്ഥർ കൊണ്ടുപോകുന്നു എന്ന കാര്യം. അത് ഈ സമൂഹത്തിലുണ്ടാക്കുന്ന ഭിന്നിപ്പിനുണ്ടാക്കുന്ന വലിയൊരു പ്രസ്താവനയാണ്. അതിന് എന്ത് കണക്ക്, എന്ത് രേഖയെന്നാണ് ചോദ്യം. എന്ത് രേഖയാണ്, എന്ത് കണക്കാണ് എന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. ട്രഷറിയിൽ പണം, ട്രഷറി 1 രൂപ ട്രഷറിയിൽ ഇടുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നു. ഞങ്ങൾ ട്രഷറിയിൽ ഇട്ടതിന്റെ തെളിവടക്കം കൊടുത്തു. ഞങ്ങൾ ഈ പബ്ലിക് ഡിബേറ്റിന് തയ്യാറുണ്ടോ? മന്ത്രി തയ്യാറുണ്ടോ? ഞങ്ങൾ പബ്ലിക് ഡിബേറ്റ് തയ്യാറാണ്. കാരണം സർക്കാരിന് പണം കൊടുക്കണോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് അതാത് ഏത് സ്ഥാപനമായാലും ആ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് തുറന്നു നോക്കിയാൽ നിങ്ങളിത് കാണും. നിങ്ങളുടെ ടോർച്ച് ആ മേഖലയിലേക്ക് അടിക്കില്ല. നിങ്ങൾക്കറിയാമോ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകൾ 1, 2, 3 എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ക്രമക്കേടാണ് ഓരോ ഓഡിറ്റ് റിപ്പോർട്ടിലും രേഖപ്പെടുത്തി വെക്കുന്നത്. ഫിക്സഡ് ഡിപ്പോസിറ്റിന് റെസീറ്റ് ഇല്ല. ഫിക്സഡ് ഡിപ്പോസിറ്റും ബാങ്കിലെ കണക്കും തമ്മിൽ യോജിക്കുന്നില്ല. ആർ വി ബാബു, നമുക്ക് ചർച്ചയ്ക്ക് പറയാം. നിങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലല്ല. ഞാൻ സമയപരിമിതി കൊണ്ട് അവസാനിക്കുകയാണ്. എന്തായാലും സംസ്ഥാന നിയമസഭയിലടക്കം സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പൊതുഖജനാവിലേക്ക് പണം പോകുന്നില്ല എന്ന കാര്യം. പക്ഷേ അതിന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ അന്നും ഇന്നും സംഘപരിവാർ കേന്ദ്രങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ പണം ട്രഷറിയിൽ അടച്ചതിന്റെ തെളിവടക്കം ഞാൻ കൊടുക്കാം. ഞാൻ ട്രഷറിയിൽ അടച്ച കണക്കല്ല ചോദിച്ചു. ഞാൻ ചോദിച്ചത് സംസ്ഥാന പൊതു ഖജനാവിലേക്ക്, പൊതു ചെലവിലേക്ക് ഈ ദേവസ്വങ്ങളുടെ പണം എടുത്തതിന്റെ കണക്ക് എവിടെ എന്നതാണ് ചോദ്യം. ആ കണക്ക് തെളിയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിലാണെന്നാണ് ഞാൻ മറുവാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല. സോറി ശ്രീ ആർ വി ബാബു, എന്തായാലും സഹകരിച്ചതിന് വളരെ നന്ദി. എന്തായാലും ഈ വിഷയത്തിൽ രാജ്യത്തെ ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന വലിയ പ്രചരണം BJP മുന്നോട്ട് വയ്ക്കുകയാണ്. സുരേഷ് ഗോപി തന്നെയാണ് ഈ പ്രചരണം ഇന്നലെ പാലായിൽ നടന്ന കലിംഗ് സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത്. ഇത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ചെറുതല്ല. ഈ നീക്കത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷേ സംഘപരിവാർ വരുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം ഈ വിഷയം വീണ്ടും ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത.